CPM പാർട്ടി കോൺഗ്രസ് വിശാഖപട്ടണത്ത് പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സെർലിംഗ് ചേരുന്നു. സന്തോഷ്, വിശാഖപട്ടണം എന്നുള്ള റിപ്പോർട്ട്, പ്രത്യേകിച്ചും ഇന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടത് ഐക്യം തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമല്ല CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ദേശീയ തലത്തിൽ മൂന്നാം മുന്നണിക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. പ്രദീപ്, 21ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ അടവ് നയത്തിന്റെ പ്രസക്തമായ കാര്യങ്ങളാണ് പ്രകാശ് കാരാട്ട് വൈകുന്നേരത്തോടുകൂടി മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്. കാരണം ഒരു ഇടത് ശക്തിയാണ് ഇനി വർഗീയ ബൂർഷ്വാ പാർട്ടികൾക്കെതിരെ വളർന്നു വരേണ്ടത്. പക്ഷേ ആ ഇടത് സഖ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുണ്ടാകുന്നൊരു സഖ്യമല്ല. ആശയപരമായി ബൂർഷ്വാ പാർട്ടികൾക്കെതിരെ ഒരു ബദലായി നിൽക്കാൻ ഈ ഇടത് പാർട്ടികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് 21ാം പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും 21ാം പാർട്ടി കോൺഗ്രസ് നടത്തുന്ന ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാഷ്ട്രീയ അവലോകന നയത്തിന്റെ ഏറ്റവും അവസാനഘട്ട ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ സമ്മേളന ഹാളിൽ പുരോഗമിക്കുന്നത്. വിവിധ സംസ്ഥാന പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും 4 പേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. P. രാജീവ്, VV ദക്ഷിണാമൂർത്തി അടക്കമുള്ളവർ രാവിലെ തന്നെ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. പൊതു അഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ അടവ് നയ അവലോകനം ഇപ്പോൾ പാർട്ടി ചെയ്തത് എല്ലാ പ്രതിനിധികളും ഏകകണ്ഠമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് നേരത്തെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായം വരെ പല പ്രതിനിധികൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. കാരണം നേരത്തെ തന്നെ രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായ ഒരു മൂന്നാം ശക്തിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ഉണ്ടായപ്പോൾ പോലും പ്രാദേശിക പാർട്ടികളുമായി കൂട്ടിച്ചേർന്നിരുന്നു. പക്ഷേ അപ്പോൾ പോലും ചില ബൂർഷ്വാ പാർട്ടികൾ അതിൽ ഉണ്ടായി, ബൂർഷ്വാ പാർട്ടികളുമായി കൂട്ടിച്ചേരേണ്ടി വന്നു. പക്ഷേ അത് അത്തരമൊരു സഖ്യത്തിന്റെ ഒരു തകർച്ചയ്ക്ക് നയിച്ചു എന്നാണ് 21ാം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ചില പാർട്ടികളുടെ പേരുകൾ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. AIDMK, ബിജു ജനതാദൾ, തെലുങ്കുദേശം പോലുള്ള പാർട്ടികൾ ബൂർഷ്വാ സ്വാധീനമുള്ള പാർട്ടികളായിരുന്നു. അവരുമായി കൂട്ടിച്ചേർന്നത് പോലും വലിയ വീഴ്ചയുണ്ടായി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് ഇടതു പാർട്ടികളുടെ ഏകീകരണവും വളർച്ചയുമാണ്, ശക്തി വർദ്ധിപ്പിക്കുക എന്നാണ്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമല്ല, അതിനപ്പുറത്തേക്ക് പാർട്ടി വളരണം എന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് എത്രത്തോളം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ ഈ കരട് അവലോകൻ റിപ്പോർട്ടിന്മേൽ 1432 ഭേദഗതികൾ വിവിധ സംസ്ഥാന പ്രതിനിധികൾ, സംസ്ഥാന ഘടകങ്ങളും പാർട്ടിക്ക് നൽകി. 136 നിർദ്ദേശങ്ങളും. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മോടൊപ്പം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ SR ശക്തിധരൻ, അതോടൊപ്പം ഡൽഹിയിൽ നിന്ന് ശ്രീ PV തോമസ് ചേരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകരായ അജിത് മംഗളം, അതോടൊപ്പം തന്നെ രാംദാസ് വയനാട്ടിൽ നിന്ന് മാധ്യമപ്രതിനിധി ചേരുന്നു. ഒപ്പം ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാവായിട്ടുള്ള ഷെയ്ഖ് P. ഹാരിസ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ പോകുന്നു. ഈ അടവ് നയം അല്ലെങ്കിൽ രാഷ്ട്രീയ അടവ് നയ അവലോകനം, അതിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഇന്ന് പ്രകാശ് കാരാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യാതൊരു വിധത്തിലുള്ള ഇത്രയധികം തിരുത്തലുകളൊക്കെ വന്നെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ തന്നെയാണ് ഇത് പാസ്സാക്കാൻ പോകുന്നതെന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത്. അല്ല, അതിനകത്ത് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? LDF അല്ലെങ്കിൽ മുന്നണി 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മുന്നണി അങ്ങേയറ്റം വിശാലമായ മുന്നണിയെക്കുറിച്ച് സങ്കല്പിക്കുക. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ, ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇത്ര വിവരമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വ്യക്തികളെ അടക്കം ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നണി. ആ മുന്നണിയുടെ സവിശേഷത തെരഞ്ഞെടുപ്പ് മുന്നണി മാത്രമായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രമുഖമായിരിക്കുന്ന ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പേതര മുന്നണിയുടെ സ്വഭാവം എന്തെന്ന് ഇവർ പറയുമ്പോഴേ നമുക്കിനി മനസ്സിലാവുകയുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പിന് മാത്രമായി ലക്ഷ്യമിക്കുന്നൊരു മുന്നണി ആയിരിക്കില്ല. 2 പ്രധാന വെല്ലുവിളികളെയാണ് നേരിടുന്നതായി ഈ 21ാം പാർട്ടി കോൺഗ്രസിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഉദാരീകരണത്തിലൂടെ സംജാതമായ മൂലധന വിന്യാസത്തിൻ്റെ ഭാവപ്പകർച്ച, അതുമായി ബന്ധപ്പെട്ട വർഗബന്ധങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം. പുതിയ ഇടത്തരം വർഗം വളർന്നു വന്നിട്ടുണ്ട്. ആ ഇടത്തരം വർഗത്തിൻ്റെ വികാരങ്ങൾ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങളാണ് ആ രംഗത്തുള്ളതെങ്കിൽ, മറുവശത്ത് സംഘപരിവാരം അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വലിയ അപകടം. ഇതിൻ്റെ മുന്നിൽ വിശാലമായ മുന്നണികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സംഘപരിവാര വിരുദ്ധ മുന്നണി എന്ന നിലയ്ക്കാണ് ആ വീക്ഷണം വളരുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും? കോൺഗ്രസിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്? പഴയതുമാതിരി
കോൺഗ്രസ് വിരുദ്ധ മുന്നണിയോ കോൺഗ്രസ് BJP വിരുദ്ധ മുന്നണിയോ എന്നതിൽ നിന്ന് മാറി സംഘപരിവാര വിരുദ്ധ മുന്നണിയോ ഐക്യമോ എന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങും. അതാണ് ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പ്രധാന വ്യത്യാസം. ശ്രീ അജിത് കുമാർ, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, CPIM വളരെ കൃത്യമായി പറയുന്നു, ജയലളിത നൽകിയ അടി നന്നായി കൊണ്ടതുപോലെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ മൂന്നാം മുന്നണിക്ക് പ്രസക്തി ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിലേക്ക് വന്നതെന്ന് ഇന്ന് പ്രകാശ് കാരാട്ട് തന്നെ അക്കമിട്ട് പറയുകയുണ്ടായി. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ സ്വന്തം വർഷങ്ങളായി ലഭിച്ച തഴമ്പിൻ്റെ ഒരു ലഹരിയിൽ നിന്ന് മാറണം. കാരണം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുകയും അതിനുശേഷം അതിൻ്റെ അപജയം സംഭവിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ ആ തള്ളിപ്പറഞ്ഞു ഞങ്ങളിത് ഉപേക്ഷിച്ചിരിക്കുന്നു, ഈ പഴയ തഴമ്പിൻ്റെ കാഠിന്യം ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേടണം. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ? ഇതുവരെ പറഞ്ഞിരിക്കുന്ന മൂന്നാം മുന്നണി, അതിനു മുമ്പ് ഇടതുപക്ഷ ഐക്യവും ഇടതുപക്ഷ വിശാല ഐക്യവും, അങ്ങനെ രണ്ട് തരം ഐക്യമുന്നണികളുണ്ടായിരുന്നു. അത് എല്ലായ്പ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഭരണത്തിന് വേണ്ടിയല്ല. ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ പോലെ ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പോൾ ഭരണത്തിന് വേണ്ടിയല്ല എന്ന് പറയുകയും ഭരണത്തിന് വേണ്ടി മാത്രമായിട്ട് മുന്നണികൾ രൂപപ്പെടുത്തുകയും അതിൻ്റെ അപജയം വരുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും എന്നിട്ട് ആ തെറ്റുകളെ ഏറ്റുപറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹിപ്പോക്രസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇടതുപക്ഷ ഒരു പ്രാദേശികമായ രാഷ്ട്രീയ സംസ്ഥാനതല മുന്നണികളാകാം. ആ സംസ്ഥാനതല മുന്നണികൾ എന്താ വിപ്ലവം ഉണ്ടാക്കാനാ? സംസ്ഥാന ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ആ സംസ്ഥാനതല മുന്നണികൾ ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ളതും ഇടതുപക്ഷ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഉള്ള വേറെ മുന്നണിയും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള മുന്നണിയാണ് സംസ്ഥാന തലത്തിൽ വരാൻ പോകുന്നത്. ആ ഞാൻ ചോദിച്ചോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഈ ഡൽഹിയിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ ഒരു ഘടന ആ തരത്തിൽ കടന്നു കയറാൻ, ചേരികളിലേക്ക് കടക്കാൻ, AKG ഭവനിലിരുന്ന് AC-ക്കകത്തിരുന്ന് ഭക്ഷണവും കഴിച്ച് ചർച്ചയും നടത്തി പിരിയുന്നതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം. ഒരു പക്ഷേ അജിത് കുമാർ, ഇത് അടവ് നയരേഖ അല്ലെങ്കിൽ നാളത്തെ യോഗത്തിന് ശേഷം വരുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ താങ്കളെ മാറ്റി ചിന്തിപ്പിച്ചേക്കാം. ശ്രീ SR ശക്തിധരനെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതായത് അവസരവാദപരമായുള്ള നീക്കുപോക്കുകളാണ് CPIM ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ശ്രീ അജിത് കുമാർ നേരിട്ട് തന്നെ ആരോപിക്കുന്നത്. അല്ല, അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് പറയാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്നുമില്ല. അങ്ങനെയും നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഏതെല്ലാം ദിശകളിലേക്ക് മാറുന്നു എന്നതിനെ ആസ്പദമാക്കിയും ആശ്രയിച്ചുമാണ് ചില നിലപാടുകൾ എടുക്കുന്നത്. ശരിയാണ്, പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട കാലം മുതൽക്ക് തന്നെ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിനകത്ത് ചില സമയത്ത് വിപ്ലവകരമായ ആയുധമെടുക്കുന്ന പരിപാടികളും നടത്തി നോക്കിയിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമല്ല, ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് പ്രായോഗികമല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പം തന്നെ പാർട്ടിക്ക് കഴിയുകയും ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പാർലമെൻറ്റും പാർലമെൻറ്റേതര പ്രവർത്തനവും എന്നൊക്കെയുള്ള പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ നിലപാടുകളും ഒക്കെ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിലെ ഈ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. മറ്റുള്ളതൊക്കെ വെറും വാചകോടിയാണ്. ഇതിൽ തന്നെ നമ്മോടൊപ്പം ശ്രീ PV തോമസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. താങ്കളുടെ നിരീക്ഷണത്തിൽ തീർച്ചയായും ഇന്ന് CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യവും ഇന്ന് ദേശീയ തലത്തിൽ ഡൽഹിയിലുണ്ടായ ഒരു സംഭവ വികാസവും, പ്രത്യേകിച്ച് 6 ജനതാ സംഘടനകൾ ഒന്നായി ചേർന്നിരിക്കുന്നു, ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിൽ, ഇത് കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ദേശീയ തലത്തിൽ ഒരു മുന്നണിക്ക് ശക്തമായ ഒരു ബദലിന് സാധ്യത ഉയർന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ CPIM വീണ്ടും തിരുത്തേണ്ടി വരുമോ? അല്ലെങ്കിൽ CPIM-ന്റെ നിലപാടാണോ ശരി? ഇത് CPIM-ന്റെ ഈ കോൺഗ്രസ് നടക്കുന്നത് വളരെ രാഷ്ട്രീയമായിട്ട് വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ്. അതായത് ലോക്സഭയിൽ 9 സീറ്റോ അല്ലെങ്കിൽ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 11 സീറ്റോ ഇങ്ങനെയൊക്കെ വളരെ താഴ്ന്ന് ബംഗാളിൽ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ തെരഞ്ഞെടുപ്പിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രകാശ് കാരാട്ടിൻ്റെ ഈ പ്രസ്താവന കാണുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല ഇതിൻ്റെ ഐക്യം എന്ന് പറയുന്നു. അതുപോലെ മൂന്നാം മുന്നണി അപ്രസക്തമാണെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പല്ല, അധികാരമല്ലെങ്കിൽ പിന്നെ എന്താ വേറെന്താണ് പരിപാടി? അപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ CPIM
തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെ പ്രായോഗികമായിട്ട് കണക്കിൽ കൊടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് 18-ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലെയോ അല്ലെങ്കിലുള്ള സംഭവങ്ങളൊന്നും വെച്ചുകൊണ്ട് ഇനിയും അത് തൊഴിലുകൊണ്ട് പോയി കഴിഞ്ഞാൽ തികച്ചും തറ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുവാൻ കഴിവുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള നേതാക്കന്മാർ വരണം. പ്രകാശ് കാരാട്ടിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വൻ പരാജയമായിരുന്നു എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആ വരാൻ പോകുന്നവരും ക്യാമ്പസ് പൊളിറ്റിക്സ് കൊണ്ടൊന്നും കമ്മ്യൂണിസം രക്ഷപ്പെടാൻ പോകുന്നില്ല. കമ്മ്യൂണിസം രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ചെയ്ത പോലെയൊക്കെ തന്നെ ഇത് കുറേ പാർട്ട് ടൈം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. മറ്റ് റിയൽ എസ്റ്റേറ്റിലോ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ പറഞ്ഞു റിയൽ എസ്റ്റേറ്റോ അതുപോലെ കാര്യങ്ങളിലേക്കും നടക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ പാർട്ടി അതിൻ്റെ പ്രതിബദ്ധതയോടെ ശക്തിയോടെ ആഞ്ഞടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പേസ് ഇന്നും രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അത് ഇവർക്കാർക്കും സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIM പ്രത്യേകിച്ചും വളരെ സ്വതന്ത്രമായി ശക്തിപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ ഐക്യം വിപുലമാക്കേണ്ടതും നിർണായകമാണ്. താങ്കളെപ്പോലുള്ളവരുടെ ആ ഒരു വിഷമം അത് വാക്കുകളിലൂടെ വരുമ്പോൾ തിരിച്ചറിയുന്നതിനൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ CPIM 21-ാം പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും പ്രധാനമായി സ്വയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്വയം വിമർശനങ്ങളോടുകൂടി തന്നെ തിരുത്തലുകൾ വരുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും പുതിയ തീരുമാനങ്ങൾ, നടപടികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? പ്രതീക്ഷിക്കാം. 1995 തൊട്ട് ഞാൻ 15-ാം പാർട്ടി കോൺഗ്രസ് ചാണ്ടിയിൽ നടക്കുമ്പോൾ തൊട്ട് ഞാൻ കവർ ചെയ്യുന്നതാണത്. അതിനുശേഷം ഞാൻ 3-4 കോൺഗ്രസ് കവർ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഫിസിക്കലി പോയിട്ട്. ഇപ്പം ഞാനത് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും യാതൊരു ഒരു തീരുമാനമായിട്ട് മുമ്പോട്ട് വരുന്നില്ല. എന്താ പ്രോലിറ്റേറിയൻ റവല്യൂഷൻ വേണോ, അത് അഗ്രേറിയൻ റവല്യൂഷൻ വേണോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്താ വിഷയം. ഇപ്പോൾ പറയുന്നു നമുക്ക് ഒരു മുൻകൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള അപ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയം വിട്ടിട്ട് ശരിക്കും ഇന്നത്തെ ഇന്ത്യയിലെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വരാൻ പറ്റിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള 9 സീറ്റിൽ നിന്നും വീണ്ടും പുറകോട്ട് പോകുള്ളൂ. ബംഗാളിലെ 3-ാം 4-ാം സ്ഥാനത്തേക്ക് പോയിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നേതാക്കന്മാർ അവർ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ AKG ഭവനിലെ AC-യിൽ ഇരുന്നുകൊണ്ടൊന്നും ചിന്തിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ആശയ അടിത്തറ ശക്തമാക്കാൻ കുറച്ചുകൂടി ചടുലത ആവശ്യമല്ലേ CPIM-ന്? അല്ല, സംസ്ഥാന തലത്തിലെ മുന്നണി എന്നതാണ് പ്രദീപ് ഇപ്പം ഇവർ പറയുന്നത് ശരിയുമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ മുന്നണി സങ്കല്പത്തെ വികേന്ദ്രീകരിക്കുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിൽ മുന്നണി സങ്കല്പത്തെ വികേന്ദ്രീകരിക്കുമ്പോൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നല്ലോ മുന്നണി സങ്കല്പം. ഇടതുപക്ഷ മുന്നണിയാണ് ബംഗാളിലുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ. രണ്ടും അംഗീകരിക്കപ്പെട്ടിരുന്നു. ആകെ 3 സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ കനത്ത തിരിച്ചടിയിലേക്ക് പോകുന്നു. ത്രിപുര അത്ര സിഗ്നിഫിക്കൻറ്റുമല്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമാണ് അടിസ്ഥാനതല പാർട്ടി നിൽക്കുന്നത്. ഇത്രയും വിഭാഗീയതയ്ക്കിടയിലും അത് നിലനിർത്തിക്കൊണ്ട് പോയത് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ നേതൃപരമായ പാഠവുമായിരിക്കും. ഏതായാലും ഈ കഴിഞ്ഞ 12 വർഷത്തിന് ശേഷവും അടിസ്ഥാന തലത്തിൽ പാർട്ടി അതിൻ്റെ അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ അതിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് സഖ്യൻ ഇപ്പുറത്തേക്ക് സംഘപരിവാരത്തിന് കടന്നു വരാൻ കഴിയാത്തത്. ഒരു ഉരുക്ക് കോട്ടയായിട്ട് ഇപ്പോഴും ഒരളവോളം CPIM-ന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ അസറ്റ്. ഈ അസറ്റിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരാൻ എത്ര കഴിയും? ഒരുപക്ഷെ അതായിരിക്കും. അതിനുള്ള സാധ്യ സ്ഥലങ്ങൾ തേടാൻ ഒരുപക്ഷെ ശ്രീ അജിത് കുമാർ ഈ ആഗോളവൽക്കരണത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് വർഗ്ഗബഹുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ യുവതലമുറയാവട്ടെ ചില മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ചില മാറ്റങ്ങൾക്ക് വിധേയരാവുകയും CPIM എന്നുള്ള സംഘടന ഏതോ വലിയ പ്രശ്നക്കാരാണെന്ന രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിലും ഒരു പൊരുത്തക്കേടില്ലേ ശ്രീ അജിത് കുമാർ? പ്രദീപ്, ഈ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലാക്കാതെ ആഗോളവൽക്കരണം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ റിപ്പോർട്ടിങ്ങിലും ആദ്യം അഖില ലോക റിപ്പോർട്ടിംഗാണ് ആഗോളവൽക്കരണം. അഖില ലോക റിപ്പോർട്ടിംഗ് അത് റഷ്യ പോയി. ഞാൻ ചോദിക്കുന്ന ക്യൂബയും കൊറിയയും വരെ കുടുംബാധിപത്യത്തിലാണ്. പിന്നെ എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഗോളവൽക്കരണം അല്ലെങ്കിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ്, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കഴിയും? അത് പോയി. അടുത്ത് ഭാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ആൾക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയെ വഴിതെറ്റിക്കുന്നവരാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. എന്താണ് യാഥാർത്ഥ്യബോധം? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തം കയ്യിൽ കിട്ടിയ കമ്മ്യൂണിസത്തെ, ഭരണത്തെ നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണ് റഷ്യയിലുള്ളത്, നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണ് ബംഗാളിലുള്ളത്. ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. ഭരണം കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ റിജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്?
സ്വന്തം കയ്യിലിരിപ്പോണ്ടാണ്. വളരെ യാഥാർത്ഥ്യത്തോടെ തിരിച്ചറിയാൻ കഴിയും. ഒരു പോയിന്റിലേക്ക് തന്നെയാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുന്നു. CPM പാർട്ടി കോൺഗ്രസിലെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അജിത് കുമാർ, ഒരു ഇടതു ജനാധിപത്യ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ബദൽ എന്നാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടിരിക്കുന്ന പുതിയൊരു നീക്കം. എങ്ങനെ വിലയിരുത്തുന്നു? പ്രത്യേകിച്ചും കർഷക വിഭാഗങ്ങൾക്ക്, കൃഷിക്കാർക്ക്, കർഷക തൊഴിലാളികൾക്കെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPMന്റെ പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും സുപ്രധാനം തന്നെയല്ലേ? പ്രദീപ്, ഒന്ന്, ഈ 40 വർഷമായിട്ട് എനിക്ക് ഒരു 10-15 വർഷം, 10-13 വയസ്സ് മുതൽ നമുക്ക് ബോധം ഉദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, രാഷ്ട്രീയ ബോധം. 40 വർഷമായി കേൾക്കാൻ തുടങ്ങിയ മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്നത്. അത് ഉപേക്ഷിക്കണം. ഇവിടെ ഹർത്താലും യാത്രയും, വാഹന പ്രചരണ യാത്ര, കാൽനട യാത്ര, സൈക്കിൾ യാത്ര, ഇതിനൊക്കെ കാലഹരണപ്പെട്ടു. അതാദ്യം മനസ്സിലാക്കണം. അജിത് കുമാർ പറയുന്നതിന് ന്യായമുണ്ട് എന്ന് കരുതുന്ന ആളാണ്. അത് പാർട്ടിയും സംഘടനാ പ്രമേയങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. മാമൂൽ രീതിയിലുള്ള സമരങ്ങൾ മാറ്റണം, എന്നിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ബാസുരേന്ദ്ര ബാബു ഉൾപ്പെടെ നക്സലൈറ്റ് ആയിരുന്നപ്പോൾ തലവെട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്ന ആളാണ്. അതെ, ശരിയാണ് ഞാൻ പറയുന്നത്. അതെന്നിട്ടും മാമൂൽ സമര രൂപങ്ങൾ മാറ്റണമെന്ന് പറയുകയും മാറ്റാൻ കഴിയാതിരിക്കുകയും അങ്ങനെ പലതും പറയുന്നെങ്കിലും നടക്കാതിരിക്കുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാണ് അതിനുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇക്കാര്യത്തിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദേശീയമായ സങ്കല്പമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ദേശീയമായ സംഘടനയില്ല. മറിച്ച് ദേശീയമായി സംഘടനയുള്ള ജനതാ പരിവാരത്തിനോ കോൺഗ്രസിനോ BJPക്ക് ദേശീയ കാഴ്ചപ്പാടുണ്ട്. ആ അർത്ഥത്തിൽ ദേശീയ സംഘടനകളുള്ളവർക്ക് ദേശീയ കാഴ്ചപ്പാടില്ലാതിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭാവി ഏകദേശം പൂർണ്ണമായും ഇന്ത്യയിൽ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ആശാവഹമായ കാര്യങ്ങൾ നടക്കുന്നത് ജനതാ പരിവാർ ഒന്നിച്ചു വന്നുകൊണ്ട് ഒരുപക്ഷേ UPയിലും ബീഹാറിലും കർണാടകത്തിൽ പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരാം. പിന്നീട് വരുന്നത് ആം ആദ്മി പാർട്ടിയുമായി ബന്ധിപ്പിച്ചാണ്. ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വീക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ട അതിന്റെ ഒരു യശസ് ഉണ്ട്. പ്രവർത്തകനാണ്. ഇന്ന് സീതാറാം യെച്ചൂരി നടത്തിയ ഒരു പ്രമേയം ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ദളിതർക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സമരമുഖത്തേക്ക് ഇറങ്ങാൻ തന്നെ CPM തീരുമാനിച്ചതായുള്ള പ്രമേയമാണ് ഇന്ന് പാസ്സാക്കിയിരിക്കുന്നത്, ഇന്ന് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ രാംദാസ്? പ്രദീപ്, വളരെ ആശാവഹമായ ഒരു പ്രമേയമായി വേണമെങ്കിൽ അതിനെ സമീപിക്കാം. അത് പാർട്ടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത കുറെ കുറച്ച് മാസത്തേക്ക് ഏതൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നതുകൂടി ആശ്രയിച്ചിരിക്കും അതിന്റെ ഒരു വിജയം. നമ്മളുടെ ഒരു മുന്നിലുള്ള ഒരു ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ വയനാട്ടിലെ ഉൾപ്പെടെയുള്ള ആദിവാസികളുടെയും ദളിത് വിഭാഗങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ ഒരു പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം, എന്തെങ്കിലും മുന്നേറ്റങ്ങൾ നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വയനാട്ടിലെ കാര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ജനസംഖ്യയിലെ 7-8 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ 1.5 ലക്ഷത്തോളം വയനാട്ടിലെ ആദിവാസികളാണ്. അതിൽ തന്നെ പട്ടികവർഗ വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. രാംദാസ്, ഒന്ന് ലൈനിൽ തുടരൂ. ശ്രീ അജിത് കുമാർ ഇതിനെ കൂട്ടിച്ചേർത്ത് എന്തോ പറയുന്നു. ഞാൻ അട്ടപ്പാടി ആദിവാസി കോളനി അവിടെ പോവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആദിവാസികൾ നിരന്തരം ഇപ്പോഴും ആ പാവങ്ങൾ വല്ലപ്പോഴും എന്നെ വിളിക്കും, ഒരാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ആദിവാസികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കാഴ്ചപ്പാടേണ്ട ഏറ്റവും അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആദിവാസികൾക്ക് വേണ്ടി ആദിവാസി സംരക്ഷണ സമിതി എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ആദിവാസികളല്ലാത്തവരെ തലപ്പത്ത് കൊണ്ടുവന്ന് ചില പ്രഖ്യാപനങ്ങളും ചില സമരങ്ങളും രാഷ്ട്രീയ സമരങ്ങളും അല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ പറയാം, അട്ടപ്പാടിയിൽ കോൺഗ്രസും CPMഉം എല്ലാം ഒറ്റക്കെട്ട സർവകക്ഷി യോഗം അവിടെ നടക്കുന്നത്. ആദിവാസികളെ ഇത്രയും ശിശുമരണം നടന്നിട്ട് അട്ടപ്പാടിയിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? അട്ടപ്പാടിയിലെ ഇടതുപക്ഷം എന്ത് ചെയ്തു? ഒരു തുണ്ട് ഭൂമി ആദിവാസി സംരക്ഷണ നിയമം നടപ്പായിട്ട് ഒരു തുണ്ട് ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 5 വർഷം ഭരിച്ചില്ലേ? അവിടെ AK ബാലൻ മന്ത്രിയായപ്പോൾ എന്തായത്? ആദിവാസി കോളനിയിലേക്ക് വൈദ്യുത ലൈൻ വലിക്കുന്നു. എന്തിനു വേണ്ടിയാ? അത് റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടി. അങ്ങനെ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതുകൊണ്ട് ആദിവാസികളെ കുറിച്ചും ജനപാവങ്ങളെ കുറിച്ചും മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടാണ്. ശ്രീ SR ശക്തിധരൻ പറയൂ. കാര്യത്തിൽ
ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ കഴിയില്ല. ഭൂമിയെല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ ആരാ ഇവിടെ ഭൂമി കൊടുത്തത്? അതൊക്കെ വെറുതെ അജിത്ത് പറയുന്നതാണ്. അവർക്ക് ഭൂമി അത് നിങ്ങൾ വെറുതെ ഉപരിവിപ്ലവമായിട്ട് പാർട്ടിയെ വിമർശിക്കുന്നതിന് തർക്കിക്കാൻ ഞാൻ അല്ല. ആ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് ആ രംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതല്ലേ, ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ മേജർ രാഷ്ട്രീയ പാർട്ടികളും ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ ഏതാണ്ട് ഏകകണ്ഠമായി നിൽക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കാം. സംബന്ധിച്ചിടത്തോളം അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അതൊന്നും ആഴത്തിൽ പഠിക്കാൻ. പാലക്കാട്ടെ കാര്യം എനിക്കറിയാം, അട്ടപ്പാടിയിലെ കാര്യം എനിക്കറിയാം. പറ രാംദാസ്, ഇതില് യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശക്തിധരൻ പറയുന്നതും അജിത് സാർ പറയുന്നതും ഒക്കെ നമുക്കത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വയനാട്ടിലെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയുന്ന കാര്യം, അതായത് ആദിവാസി ക്ഷേമ സമിതി രൂപീകരിക്കുന്നത് 2000-ലാണ്. അപ്പൊ ഈ 2000-ൽ ഇപ്പോൾ അതിന് 46,000-ഓളം അംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ സത്യത്തിൽ വയനാട് ജില്ലയിൽ അതായത് CPM-ന്റെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ആദിവാസി ക്ഷേമ സമിതിയിൽ 46,000-ഓളം അംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ വെറും 500-ഓളം ആളുകൾ മാത്രമാണ് പാർട്ടി അംഗങ്ങളായിട്ടുള്ളത്. ജനസംഖ്യയുടെ ഒരു അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ആദിവാസികളോ ദളിതരോ പാർട്ടിയിലേക്ക് വരാൻ ഇതുവരെ മടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയമെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഗണത്തിൽ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും പെട്ടിട്ടുണ്ട്. കാരണം ആദിവാസികൾക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷേ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഗ്രൂപ്പുകളുണ്ട്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള അവരെ കൂടി കൂടെ ചേർത്തുകൊണ്ടുള്ള വലിയൊരു മൂവ്മെന്റിന് CPM തയ്യാറാവുമോ എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രമേയങ്ങൾ പലതും വരികയും പല പ്രസ്താവനകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴും ഫലത്തിൽ ഈ മനുഷ്യരുടെ യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്നുള്ളത് വേറൊരു കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ കഴിയും. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ദുരന്തം അനുഭവിച്ച ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ആദിവാസികൾ. കാരണം കൈവശക്കാരന് ഭൂമി കൊടുക്കുക, അതുവരെ ഭൂമി അവരുടെ സ്വന്തം, അവർ പട്ടയമോ രേഖയോ ഒന്നും അല്ല ഈ യഥാർത്ഥത്തിൽ ആദിവാസികളുടെ ഭൂമി എന്ന സങ്കല്പം. അവർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നത് അവർ ജീവിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഈ ഭൂമിയെ കണ്ടിരുന്നത്. കൃഷി ചെയ്യാനുള്ള ഒരു ഇടം ആയിട്ടാണ്, അവർ കച്ചവട വസ്തുവായിട്ടല്ല കണ്ടത്. അങ്ങനെയുള്ള ആദിവാസികളെ നമ്മളെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ കാട്ടിൽ രാംദാസ് ഒരു കാര്യം, ഭൂപരിഷ്കരണ നിയമമല്ല, അതിനുശേഷം ആദിവാസി ഭൂസംരക്ഷണ നിയമം വന്നു. അത് കേരള നിയമസഭ വെള്ളം ചേർത്തത് വേറെ കാര്യം. പക്ഷേ ആദിവാസി ഭൂസംരക്ഷണ നിയമം വന്നപ്പോൾ ആദിവാസികളുടെ ഭൂമി മറ്റാർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കാം. ആ ഭാഗത്തേക്ക് ഇവർ കിടക്കുന്നില്ല. ആദിവാസികളുടെ ഭൂമി മുഴുവൻ കയ്യേറിയിട്ടുള്ളത് ഒരു പ്രത്യേക വിഭാഗം കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന്. നിങ്ങൾ 5 വർഷം ഭരിച്ചല്ലോ, എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല? ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നിയമവർക്ക് അനുകൂലം നടപ്പാക്കേണ്ടതാരാ? അജിത്തിനെ പോലുള്ള ആള് ഞാൻ നടക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഹരിജനങ്ങളും പട്ടികക്കാരും ഞാൻ ഈ എന്തുകൊണ്ട് ഈ നമ്മളുടെ ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം തെറ്റായിരുന്നു? കേരളത്തിലെ മുഴുവൻ കൈവശ ഭൂമിയുള്ള ആളുകൾക്ക് തെറ്റായിട്ടൊന്നുമല്ല. ഇത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദം നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രകാശ് കാരാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു വാർത്താലേഖകൻ ഒരു ചോദ്യം ചോദിച്ചു. CPIM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ വരെ ഈ ദളിതർക്ക് എത്രമാത്രം പ്രാതിനിധ്യം നൽകുന്നുണ്ട്, നിങ്ങൾ കാത്തിരുന്ന് കാണുക, 2 ദിവസത്തിന് ശേഷം ഞാൻ ഇതിന് തക്കതായ മറുപടി നൽകും എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയല്ലേ? മാറ്റങ്ങളല്ലേ ആവശ്യം? പാർട്ടിയിൽ തെറ്റിദ്ധരുത്താനുള്ള ഈ ദളിതരെ രക്ഷിക്കാൻ ദളിതർ തന്നെ വേണം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്തറിയോ, ഇപ്പോൾ മന്ത്രിമാർ പങ്കെടുക്കുന്ന ആദിവാസി മീറ്റിങ്ങുകളിൽ ഈ പുട്ടിന് പീര വെക്കുന്നത് പോലെ കുറെ ആദിവാസികളെ കൊണ്ടിരുത്തും, കുട്ടി ഉടുപ്പൊക്കെ ഇടിച്ച് മിടുക്കന്മാരായിട്ട്. അവരൊന്നുമല്ല, ആദിവാസികളെ തന്നെ വേണമെന്നില്ല. വികാരപരമായി കാണേണ്ട കാര്യമില്ല. കാരണം ഒപ്പം ഈ രാജ്യത്തെ എല്ലാ ജാതിക്കാരും അവരവരുടെ കാര്യം. ഇന്നത് ഒരു ദേശീയ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ഒരു വിഷയമായി, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ഇന്നതൊരു പ്രമേയമായി പാർട്ടി കോൺഗ്രസിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചത്. അത് വളരെ ശുഭോദർക്കമല്ലേ? ഇത്ര വർഷം എടുത്തല്ലോ മനസ്സിലാക്കാൻ. ആയിക്കോട്ടെ. നമുക്ക് മറ്റൊരു വിഷയം കൂടി ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. കോൺഗ്രസിനും 6 ജനതാ പരിവാർ പാർട്ടികൾ ലയിച്ച ഒറ്റ പാർട്ടിയായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. BJP-ക്കും കോൺഗ്രസിനും വെല്ലുവിളി ഉയർത്തിയ ഒരു 6 ജനതാ പരിവാർ പാർട്ടികൾ ഇന്ന് ലയിച്ച് ഒറ്റ പാർട്ടിയായി. സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുലായം സിംഗ് യാദവിനെ പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു.
പുതിയ പാർട്ടിയുടെ പേരും കൊടിയും ചിഹ്നവും പിന്നീട് തീരുമാനിക്കുവാണെന്ന് അറിയുന്ന ആ റിപ്പോർട്ട് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ദില്ലിയിലെ മുലായം സിംഗ് യാദവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് 6 പാർട്ടികളുടെ നേതാക്കൾ സംയുക്തമായി ലയന പ്രഖ്യാപനം നടത്തിയത്. പഴയ ജനതാ പാർട്ടിയിൽ നിന്നും വിഘടിച്ചുപോയ 6 പാർട്ടികളുടെ ലയനം ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. സമാജ്വാദി പാർട്ടി, ജനതാദൾ യുണൈറ്റഡ്, ജനതാദൾ സെക്കുലർ, രാഷ്ട്രീയ ജനതാദൾ, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, സമാജ്വാദി ജനതാ പാർട്ടി എന്നിവരാണ് ലയിച്ച് ഒറ്റ പാർട്ടിയായത്. പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായി സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുലായം സിംഗ് യാദവിനെ തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ പേര്, കൊടി, തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്നിവ പിന്നീട് തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. All these 5 members sit together and work out the other formalities like the symbol, flag, all these things as already mentioned. We have unanimously agreed under his chairmanship all other formalities is going to be fulfilled. മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നിലപാടുകൾക്കെതിരെ പോരാടുകയാണ് പുതിയ പാർട്ടിയുടെ പ്രഥമ കടമയെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി 5 അംഗ സമിതിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയാണ് ജനതാ പാർട്ടികളെ ലയനത്തിന് പ്രേരിപ്പിച്ചത്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പായിരിക്കും പുതിയ പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കുക. ബീഹാറിൽ BJPയെ തടയാനായാൽ പുതിയ പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായി മാറും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. നമ്മോടൊപ്പം ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിൻ്റെ യുവജന വിഭാഗം നേതാവ് ഷെയ്ഖ് പി ഹാരിസ് ചേരുന്നു. അതിനു മുമ്പായി ശ്രീ PV തോമസിലേക്ക് പോകുന്നു. ശ്രീ PV തോമസ്, ബീഹാർ തിരഞ്ഞെടുപ്പ് വരികയാണ്. BJPക്കും കോൺഗ്രസിനും വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള മുദ്രാവാക്യവുമായി ഈ ജനതാ പരിവാർ പാർട്ടികൾ ലയിച്ചു ചേരുമ്പോൾ അത് എത്രമാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമാണ്? ശ്രീ PV തോമസ്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നീക്കമാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബീഹാറിലെ ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ തന്നെ ഒരു നല്ലൊരു പ്രതിപക്ഷ കക്ഷിയായിട്ട് വരുവാൻ സാധിക്കും. അത് BJPക്ക് വലിയൊരു ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു, എനിക്ക് അത്ര ശുദ്ധാപ്തി വിശ്വാസമൊന്നുമില്ല, പക്ഷേ അശുദ്ധാപ്തി വിശ്വാസവുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം 1977 ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അന്നൊരു ടർമോയിലായിരുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വന്നൊരു പാർട്ടിയാണത്. ആ ഒരു സാഹചര്യം ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാം. പക്ഷേ ഇപ്പോൾ അടിയന്തരാവസ്ഥയില്ല, പക്ഷേ ഇന്ദിരാഗാന്ധിയെ പോലെ നേതാവുണ്ടോ, പക്ഷേ മോഡി ഇതുവരെ ആ രീതിയിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ പോലും വരാമെന്നുള്ള ഇതാണ് കരുതുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. ബീഹാർ എന്ന് പറയുന്നത് പിടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP ഒന്ന് ഉലയ്ക്കാൻ സാധിക്കുമെന്നവർക്കറിയാം. പക്ഷേ ആരൊക്കെയാണിത് വന്നിരിക്കുന്നത്? ലാലു പ്രസാദ് യാദവ് ഇലക്ഷനിൽ നിന്നും അയോഗ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൗട്ടാലന്മാർ 2 പേരും ജയിലിലാണ്. അതുപോലെ തന്നെ അതെ, അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയാണ്. ഇങ്ങനെ ദേവഗൌഡയുടെ കാര്യം നമുക്കറിയാം, പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിനും അതേപോലെ കേസുകളുണ്ട്. അതുപോലെ തന്നെ മുലായം സിംഗ് യാദവ്, അദ്ദേഹത്തിനും അനധികൃതമായിട്ട് സ്വസമ്പാദിച്ചതിന് പേരിൽ കേസുകളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരെല്ലാം മച്ചൂർഡായിട്ടുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും ഇവർക്ക് അവരുടെ ഈഗയുണ്ട്. ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സംഭവം അറിയാമല്ലോ. ഇതുപോലെ ഒരുമിച്ച് വന്നൊരു പാർട്ടി ഇപ്പോൾ ഭിന്നിപ്പിലേക്ക് പോവുകയാണ്. ഈ മായാവതിയും മമതാ ബാനർജിയും മുൻകാലങ്ങളിൽ ചില പേരുകൾ മുമ്പ് കേട്ടിരുന്നു. അതേക്കുറിച്ച് എന്താണ് അറിവ്? മായാവതിക്കോ അതേപോലെ തൃണമൂൽ കോൺഗ്രസോ ഈ ഒരു ഇതിലേക്ക് വരാനുള്ള താല്പര്യപ്പെട്ടിരുന്നില്ലേ? മായാവതിയുടെ കാര്യം പറയാം. മായാവതി മുലായം സിംഗ് യാദവ് ഉണ്ടെങ്കിൽ മായാവതി വരാൻ വലിയ കാര്യമൊന്നും ഇല്ല. അവരൊരുമിച്ച് ഭരിച്ചിട്ടുള്ള കാര്യം ശരിയാണ്, പക്ഷേ വലിയൊരു അതിനേക്കാൾ കലുഷിതമായിരിക്കും. മമതാ ബാനർജിക്ക് വരാവുന്നതാണ്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല. അവർ ചർച്ചകളുണ്ടായിരുന്നെങ്കിൽ പോലും നിതീഷ് കുമാറിനൊക്കെ സാധിക്കുന്നതാണ്, അവരെ കൊണ്ടുവരാൻ സാധിക്കും. തിരിച്ചു വരാം. കേരളത്തിലെ സാഹചര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ശ്രീ അജിത് കുമാർ, ഇന്നലെ ഉദ്ഘാടന സമയത്ത് പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ RSPയുടെ ദേശീയ നേതാവ് അബിനി റോയ് പറഞ്ഞത് പെട്ടെന്നൊന്നും ഇടതുപക്ഷത്തേക്ക് പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കേരളത്തിൽ ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിൽ ജനതാദൾ പാർട്ടി വളരെയധികം എന്താണ് പറയുക, വല്ലാത്ത വിഷമാവസ്ഥയിലാണ്. അവരുടെ നേതാക്കളുടെ എല്ലാം ടെലിഫോണുകൾ വരെ ചോർത്തുന്നു. അവർ എന്ത് ചെയ്യുന്നു? അവരുടെ നീക്കങ്ങളെല്ലാം പോലീസിനെ ഉപയോഗിച്ച് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വാർത്തയാണിത്. പ്രദീപ്, ജനാധിപത്യം നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ജനതാദൾ അതുപോലെ RSP അവരുടെ ഇടം ഇടതുപക്ഷത്താണ്. കാരണം സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ് അവരൊക്കെ, ഒരു കോൺഗ്രസ് ചിന്താഗതിക്കാരല്ല. നേരത്തെ തോമസ് പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ അഴിമതിക്കാരുടെ ഒരു കൂടാരമായി ഈ പ്രതിപക്ഷ ജനതാ പരിവാർ മാറുമെങ്കിൽ അത് സത്യവുമാണ്.
അങ്ങനെ മാറുമ്പോൾ ഇടതുപക്ഷവുമായി യോജിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ച് നിൽക്കുന്നതാണ് ആർ എസ് പിയും CPIയും ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി വലിയ സാക്രിഫൈസ് ചെയ്ത പാർട്ടിയാണ്. മുഖ്യമന്ത്രി പദമാണ് CPI PKBയുടെ മുഖ്യമന്ത്രി പദമാണ് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ത്യജിച്ചത്. അതുകൊണ്ട് ജനതാദൾ ശ്രീ MV വീരേന്ദ്രകുമാർ ബേസിക്കായിട്ട് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ്. അതുകൊണ്ട് ഈ ഇടതുപക്ഷമാണ് ഇവരുടെ ആത്യന്തികമായ ഇടം. ആ ഇടത്തിലേക്ക് അവരൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ അവർക്കൊരു സാഹചര്യം ഒരുക്കാൻ, അവർക്ക് കാരണങ്ങൾ കണ്ടെത്താൻ, പൊതുസമൂഹത്തിന് മുമ്പിൽ മുഖം രക്ഷിച്ച് ഇപ്പുറത്തേക്ക് വരുവാൻ ഉള്ള സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളൊരു അതിഥി ശ്രീ ഷെയ്ഖ് പി ഹാരിസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, നിതീഷ് കുമാറാണ് ഒരുപക്ഷെ ഈ ഒരു 6 ജനതാ പാർട്ടികളുടെ ഒരുമിക്കലിന് മുൻകൈയെടുത്ത് നിങ്ങളുടെ നേതാവാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിൽ ഏതായാലും ഇപ്പോൾ UDF-നൊപ്പമാണ് നിൽക്കുന്നത്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന UDF-നൊപ്പമാണ് നിൽക്കുന്നത്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള സ്വത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ? ജനതാ പാർട്ടികൾ ഇന്ന് ഒന്നായി മാറിയ സന്ദർഭത്തിൽ ശരത് യാദവ് ജനതാദളിയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി കേരളത്തിലെ പ്രശ്നം. കേരളത്തിൽ ഇന്ന് യോജിച്ച 6 പാർട്ടികളിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള ജനതാദൾ-യുവും ജനതാദൾ-എസും 2 വ്യത്യസ്ത മുന്നണിയിലാണ് കേരളത്തിൽ ഇവിടെ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ നിൽക്കുന്നത്. പക്ഷെ അത് സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. എന്നാലും ദേശീയ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ശരത് യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നേരിട്ട ഒരു തിരിച്ചടി, പ്രത്യേകിച്ചും ഇപ്പോൾ അത് കോംപ്രമൈസ് ആയെന്ന് നമുക്കറിയാം, എങ്കിൽ പോലും അസ്വസ്ഥരല്ലേ താങ്കളുടെ പാർട്ടി നേതാക്കളും പാർട്ടി അണികളും? ഇന്നലെ UDF-ന്റെ കൺവീനർ PP തങ്കച്ചൻ്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം ഞങ്ങൾ ഇന്നലെ തന്നെ പറയുകയുണ്ടായി. PP തങ്കച്ചൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്തൊരു പ്രതികരണമായിരുന്നു ഇന്നലെ വന്നത്. വളരെ ജനാധിപത്യ മാർഗത്തിൽ നീതിപൂർവം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെ വെച്ച് നിരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ഒരു UDF-ന്റെ മുന്നണി കൺവീനർ തന്നെ വ്യക്തമാക്കുക എന്ന് പറയുന്നത് ഒരു മുന്നണി നിൽക്കുന്നു പ്രവർത്തിക്കുമ്പോൾ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവനയായിട്ടാണ്. ആയിക്കോട്ടെ, അതിലൊരു തീരുമാനമായെന്ന് നമുക്കറിയാം. ശ്രീ തോമസ്, ഒരു കാര്യം, നമ്മൾ ഈ ചർച്ച ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതുകൊണ്ടാണ്. ശ്രീ തോമസ്, ബീഹാർ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ BJP വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. 2017 UP തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അവിടെയും BJPക്കായിരുന്നു മുൻതൂക്കം. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ വിവരം പറയുമ്പോൾ ദളിത് വോട്ടുകൾ, മഹാദളിത് വോട്ടുകളാണ് BJP ലക്ഷ്യമിടുന്നത്. അത് തീർച്ചയായും ഈ കോൺഗ്ലോമറേഷനെ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ ഇപ്പോഴത്തെ 6 ജനതാ പാർട്ടികൾ ചേർന്നുള്ള ആ ഒരു സംഘത്തിന്? അത് ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി മാഞ്ചി BJP-ആയിട്ടൊരു സഖ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ പിടിക്കാൻ സാധിക്കും. പക്ഷെ നമുക്കറിയാമല്ലോ, ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറും കൂടി ചേർന്നപ്പോൾ 21 ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല ഭൂരിപക്ഷത്തോടെ ഇവർ ജയിക്കാൻ സാധിച്ചു, പല സീറ്റുകളും. അതായത് 11-12 വരെ ജയിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് പരീക്ഷണമാണ് ഇവർ പ്രയോഗിച്ചത്. അത് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കതിൽ പെസിമിസം ഒന്നുമില്ല. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ആണ് തോന്നുന്നത്. കാരണം ലാലു പ്രസാദ് യാദവ് അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നിതീഷ് കുമാറിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേരും കൂടി നല്ല പോലെ പ്രവർത്തിച്ച് വിജയിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേരുന്നു, എന്തെല്ലാം ഒരു ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. ഏതാനും മാസങ്ങളുടെ അവധിക്ക് ശേഷം രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നു. എങ്ങനെ സമാഹരിക്കുന്നു ഇന്നത്തെ ചർച്ചയുടെ? ഇന്നത്തെ ചർച്ചയുടെ പൊതുസ്വഭാവം വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ 6 ജനതാ പാർട്ടികളുടേതായിട്ടുള്ള ലയനം. പക്ഷേ ഞാൻ ഈ ജനതാ പാർട്ടികളെ ഞാൻ കാണുന്നത് കേരളത്തിലെ കേരള കോൺഗ്രസ് പോലെയാണ്. അതിങ്ങനെ പിളർന്ന് ഓരോ നേതാക്കന്മാരും അതിൻ്റെ നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷവും ക്രെഡിബിലിറ്റി ഇല്ലാത്തവരാണ്. അതൊക്കെയാണ് അതിന് പറ്റിയിട്ടുള്ളവർ. അത് ഈ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന എല്ലാ പ്രാദേശിക പാർട്ടികളുടെയും നേതാക്കന്മാർ ഇത്തരത്തിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ ഈ സ്വത്തിനോടുള്ള അത്യാഗ്രഹമാണ്.
അവർക്ക് സമ്പത്തിനോടുള്ള അധികാരത്തിനോടുള്ള അമൂർത്തമായ അവരുടെ വലിയ ആഗ്രഹങ്ങളാണ്. ഇതൊക്കെയാണ് അവരെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കാലത്ത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇനി വളർന്നു വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടേതായാലും ശരി, അതല്ലെങ്കിൽ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ജനവിഭാഗങ്ങളുടേതായാലും ശരി, അത്തരത്തിലുള്ളൊരു ഗവൺമെൻറ്റിനെ നിലവിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം. അതിന് ഇപ്പോഴും സ്പേസ് ഉള്ളത് തീർച്ചയായും നമുക്ക് അത് തന്നെ പ്രത്യാശിക്കാം. വിഷു ആശംസകൾ നേരുന്നു അതിഥികൾ ശ്രീ അജിത് കുമാർ, ശ്രീ SR ശക്തിധരൻ, ഷെയ്ഖ് പി ഹാരിസ്, അതോടൊപ്പം തന്നെ ശ്രീ PV തോമസ്. വളരെയധികം നന്ദി ഭാസുരേന്ദ്ര ബാബുവിനും.